നല്ല മഴ കേട്ടാ. പുറത്ത് എന്തു മഴയാ. എന്തെങ്കിലും നല്ല രുചിയായിട്ട് കഴിച്ചാലോ. കുറച്ച് കൊള്ളിരിക്കുന്നുണ്ട്, അതും ബീഫും കൂടി അടിക്കണം. നല്ല മഴയല്ലേ, ചൂട്ടോടെ കഴിച്ചാൽ നല്ല രസമാണ്. ഞാൻ കൊള്ളിയൊക്കെ നുറുക്കി. ഞാൻ സാധാരണ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വലുതാക്കി നുറുക്കണം. വലുതാക്കി നുറുക്കി ഒന്ന് മാറ്റി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. സബോളയൊക്കെ ഞാൻ നന്നാക്കി നുറുക്കിയിട്ടുണ്ട്. അതിൽ നല്ല മഴയെ കാരണേ ബീഫും കൊള്ളിയും തിന്നാൻ നല്ല രസമാണ്. പിന്നെ ഇത്തിരി മല്ലിപ്പൊടി, മുളക് പൊടി, കറി മസാല എല്ലാം കൂടി ഇട്ടിട്ട് കാച്ചുക. പിന്നെ ബീഫിൽ ഉപ്പ്, മഞ്ഞൾ, മുളക്, മല്ലി, കറി മസാല, പിന്നെ സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിലും ഇതൊക്കെ കുറച്ചിടാം. ഉണ്ടെങ്കിൽ ഒക്കെ പാകം നോക്കിയതിന് ശേഷം മാത്രം ഇടുക. അത് കഴിഞ്ഞ് ആ ബീഫിൽ കുറച്ച് കൊള്ളിയിട്ട് വേവിക്കുക. കൊള്ളിയിട്ട് വേവിച്ചിടുമ്പോൾ 2 പ്രഷർ വന്നു കഴിയുമ്പോൾ അത് തുറന്നിട്ട് അതെടുത്ത് ഇതിലേക്ക് കാച്ചിടാതിരിക്കും. നല്ല ടേസ്റ്റാണ്. നെയ്യൊക്കെ ഇടുമ്പോൾ പിടിക്കും. പക്ഷേ ഈ പോത്തിറച്ചിക്ക് അത്ര നെയ്യില്ല. അതുകൊണ്ട് വിചാരിച്ചത്രയ്ക്കും ഞാൻ ഉദ്ദേശിച്ചത്ര വന്നില്ല. നെയ്യ് ഇങ്ങനെ എപ്പോഴും നെയ്യുള്ള ഇറച്ചി മേടിച്ച് കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ നെയ്യ് കുറഞ്ഞിരിക്കട്ടെ ഇടയ്ക്കൊക്കെ. ഇത് പക്ഷെ നല്ല കൊള്ളി, നല്ല ഇറച്ചിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മഴക്കാലത്ത് ഇതിങ്ങനെ നല്ല കൊള്ളിയിൽ ഇറച്ചിട്ടിട്ടേ നല്ല ടേസ്റ്റാണ്. നല്ല മഴ ഇങ്ങനെ അടഞ്ഞു പെയ്യുമ്പോഴേ, അടയോടെ മഴ പെയ്യുമ്പോൾ ഇങ്ങനൊരു പാത്രത്തിലെടുത്ത് അതിങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കണതിന്. അപ്പോഴാണ് ആ മസാലയൊക്കെ എല്ലായിടത്തും ശരിക്കും ഇങ്ങനെ നിൽക്കുള്ളൂ. എന്നാലും ആ ടേസ്റ്റ് ശരിക്കും വരുള്ളൂ. മസാലയൊക്കെ നന്നായി പിടിക്കണം. കറി മസാലയും മറ്റ് മല്ലിയും മുളകും ഒക്കെ പിടിക്കും. മഴ ഇപ്പോഴും തീർന്നിട്ടില്ല. എന്തായാലും എൻ്റെ ഇറച്ചി വെപ്പ് കഴിഞ്ഞു, എന്നാലും മഴ തീർന്നിട്ടില്ല. അത് ഇത്തിരി പ്ലേറ്റിലെടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കി. ചുറ്റുള്ളതൊന്നും കാണില്ല. പിന്നെ അത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. ആ ബീഫിൻ്റെ അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്ക്. നാളെ ഞായറാഴ്ചയല്ലേ.